ഞാൻ കുറച്ചു മുമ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ ആണ്. ഒരുപക്ഷെ നിങ്ങളധികം വിവരം കണ്ടിരിക്കാം. അതിൽ തെരുവോരത്തിരിക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യനുണ്ട്. വൃദ്ധനായ മനുഷ്യൻ തെരുവോരത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം വളർത്തുന്നൊരു നായയുണ്ട്. മുൻപിലൊരു ചെറിയ തളികയുമുണ്ട്. അതിൽ കുറച്ച് തുട്ടുകളുമുണ്ട്. തളികയും തുട്ടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ജീവിതോപാധി കണ്ടെത്താനും വേണ്ടി അദ്ദേഹം യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് അദ്ദേഹത്തിൻ്റെ വടിയും ഒരു ബോർഡുമുണ്ട്. ബോർഡിൽ ഐ ആം എ ബ്ലൈൻഡ്, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് എഴുതിയിട്ടുണ്ട്. ഞാനൊരു അന്ധനാണ്, എന്നെ സഹായിക്കുന്നു. അന്ധനായ ഒരു മനുഷ്യൻ തെരുവോരത്തിരുന്ന് ജീവിതോപാധി കണ്ടെത്തുന്ന ഒരു രംഗമാണ്. ആളുകൾ ഇട്ട എന്തോ ചില തുട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പാത്രത്തിലുള്ളത്. അങ്ങനെ അല്പം സമയം കഴിഞ്ഞ് ഒരു സ്ത്രീ അതിലൂടെ കടന്നു വരുന്നുണ്ട്. സ്ത്രീ എന്തോ നോട്ടിട്ട് കൊടുക്കും, തുട്ടല്ല നോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ബോർഡ് എടുത്തിട്ട് എന്തോ മാറ്റി എഴുതുന്നുണ്ട്. എന്നിട്ട് അതവിടെ വെച്ച് ആ സ്ത്രീ പോകുന്നു. പക്ഷെ ശേഷം വരുന്ന എല്ലാ ആളുകളും ഇതിലേക്ക് പണമിടുന്നുണ്ട്. ഈ സമയം ആ പണം കണ്ടിട്ട് ആ നായ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഈ ശബ്ദം കേട്ടുകൊണ്ട് അന്ധനായ മനുഷ്യൻ തന്നെ കൈകൊണ്ട് ഇങ്ങനെ തപ്പി നോക്കുന്നുണ്ട് അതിലെത്ര പൈസയുണ്ട് എന്നുള്ളത്. ധാരാളം പണം കണ്ടപ്പോൾ തൊട്ടറിഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷിക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ കാണിക്കുന്നത് ആ ബോർഡിൽ ആ സ്ത്രീ എഴുതിയ ഒരു കാര്യമാണ്. ആ എഴുത്ത് ഇങ്ങനെ ആയിരുന്നു: ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഡേ ബട്ട് ഐ കാൻ സീ ഇറ്റ്. ഇതൊരു മനോഹരമായ ദിവസമാണ്, സുന്ദരമായൊരു ദിവസമാണിന്ന്, പക്ഷേ എനിക്കത് കാണാൻ കഴിയുന്നില്ല. എത്ര മനോഹരമായ വാക്കുകളാണത്. ഞാനൊരു അന്ധനാണെന്ന് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. മനുഷ്യൻ്റെ ഹൃദയം തൊടുന്ന രീതിയിലാണ് അത് എഴുതിയിട്ടുള്ളത്. കാരണം മനുഷ്യൻ തൻ്റെ കണ്ണ് എന്ന മഹാ അനുഗ്രഹത്തെ മറന്ന് ജീവിക്കുമ്പോൾ, മനോഹരമായ ലോകത്തെ കണ്ട് ജീവിക്കുമ്പോൾ, ഇതൊന്നും കാണാതെ ഇരുട്ട് മാത്രം കണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് ഇന്നത്തെ ദിവസം സുന്ദരമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? പിന്നീട് അദ്ദേഹം പറയുന്നത് നോക്കുമ്പോൾ, പക്ഷേ ഇതെനിക്ക് കാണാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത്രയും ആ ഒരു വാക്ക് മനുഷ്യ ഹൃദയമുള്ളവരെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആളുകളത് വായിച്ചിട്ട് അതിലേക്ക് അവരുടേതായ പണമിട്ട് കൊടുത്തത്. അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ അവരൊരു പക്ഷേ ഒരു നിമിഷം ഒന്ന് ഓർത്തു പോയേക്കാം. അതുകൊണ്ടാണ് അവരതിലേക്ക് പണമിട്ടത്. അവിടെ നമ്മൾ നോക്കേണ്ടത് പണമിട്ടതോ മറ്റു കാര്യങ്ങളുമല്ല. ഒന്നാമത് ആദ്യം പറഞ്ഞതുപോലെ ദൈവം നൽകിയ മനോഹരമായൊരു ഭൂമിയെ സങ്കടമാണ്, ദുഃഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാതെ സന്തോഷത്തോടുകൂടെ സമീപിക്കാം. അതാണ് പറഞ്ഞത് ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഡേ എന്നുള്ളത്. അപ്പോൾ ദിവസങ്ങൾ എല്ലായ്പ്പോഴും സുന്ദരമാണ്, അതിനെ സുന്ദരമായി കാണുക എന്നുള്ളൊരു മെസ്സേജ് ഉണ്ട്. അതിലുപരിയായി ഒരു മനുഷ്യനെ സഹായിക്കുക എന്നുള്ളത്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എന്താണോ കഴിയുന്നത് അത് സഹായിക്കുക എന്നുള്ളത്. അവിടെ നമ്മൾ നോക്കിയാൽ ആ സ്ത്രീയുടേതായ ഒരു വിഹിതം കൊടുത്തുകൊണ്ട് ആ ബോർഡിലുള്ളത് മാറ്റി എഴുതുകയാണ്. ആ സ്ത്രീക്ക് മാറ്റി എഴുതാനുള്ള, ജനങ്ങളെ ഹൃദയം തൊടാനുള്ള, വാക്കുകൾ എഴുതാനുള്ള ഒരു കഴിവുണ്ടായതുകൊണ്ട് ആ സ്ത്രീ അതിനെ മാറ്റി എഴുതി കൊടുത്തു. അത് കാരണമായി ആ മനുഷ്യന് ധാരാളം സമ്പത്തും കിട്ടി. ധാരാളം എന്ന് പറയാനില്ല, അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമാണത്. അദ്ദേഹത്തിന് അതേ സാധിക്കൂ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അതേ നിൽക്കുന്നത്. അദ്ദേഹത്തിന് ആ പണം കിട്ടുന്നുണ്ട്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരു വാക്ക് കൊണ്ട് ആ മനുഷ്യനെ സഹായിക്കാൻ കഴിയുമോ എങ്കിൽ സഹായിക്കാമെന്നുള്ളൊരു മനസ്സുകൊണ്ടാണ് എഴുതിപ്പോയത്. ആ ഒരു മനസ്സാണ് വേണ്ടത്. അതാണ് ഈ വീഡിയോയിൽ നൽകുന്ന വലിയൊരു സന്ദേശം. ഒരു മനുഷ്യനൊരു പക്ഷേ ധനം കൊണ്ട് സഹായിക്കാൻ കഴിഞ്ഞേക്കാം, പൈസ കൊടുക്കാൻ കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ കായികപരമായിട്ട് ശാരീരികമായിട്ട് നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞേക്കാം. ഒന്നില്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞ, ആശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞിട്ടെങ്കിലും
ഒരാളെ സഹായിക്കാൻ കഴിയാമെന്നുണ്ടല്ലോ, ഒരാളെ സന്തോഷത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു വിധേയന കാരണക്കാരനാകുക എന്നുള്ളത്, ഇതാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. അതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. ഒരു മനുഷ്യൻ്റെ ചിരിയിൽ ആത്മാർത്ഥമായി അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ വിരിയുന്ന ചിരിയുണ്ടല്ലോ, ആ ചിരിക്ക് നിങ്ങൾക്ക് കാരണക്കാരാകാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ നേടിയെടുക്കുന്നതിനേക്കാൾ നല്ലത്, ഉത്തമം, നേടിയെടുക്കേണ്ട എന്നല്ല, സ്വന്തം ജീവിതം നമ്മൾ തന്നെ നോക്കേണ്ടത്, നമ്മൾ നേടിയെടുക്കണം. പക്ഷേ അതിനേക്കാൾ വാല്യൂ ഉള്ളത്, മൂല്യമുള്ളത് മറ്റൊരാളുടെ സന്തോഷം. തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ മറ്റൊരാളുടെ സന്തോഷം മാത്രം, അയാളുടെ നന്മ മാത്രം ആഗ്രഹിച്ച് അയാളെ സഹായിക്കുമ്പോൾ അയാളിൽ നിന്ന് ലഭിക്കുന്ന ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, ഇതാണ് യഥാർത്ഥ പുഞ്ചിരി. അതിൽ കളങ്കമുണ്ടാക്കി അത് മതി. അതിനേക്കാൾ വലിയ ഒരു സമ്മാനം അല്ലെങ്കിൽ അംഗീകാരം ആവശ്യമില്ല. അയാളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് ഏത് വിധേനയായാലും ഒരു കൈ കൊടുക്കുക. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അവർക്ക്. എന്നാൽ ആ ഒരു ചെറിയ സഹായത്തിലൂടെ നേടിയെടുക്കാൻ ഒരുപാടുണ്ട് താനും.